ഞങ്ങൾ ചില കാര്യങ്ങൾ കൂടി ഇവിടെ പറഞ്ഞാൽ പലരും മുണ്ട് തലയിലിട്ടുണ്ട് ഇവിടുന്ന് പോവേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്നുള്ള കാരണം ഞങ്ങൾ പല കാര്യങ്ങളും സാർ ബഹുമാനപ്പെട്ട FM പെട്ടെന്ന് പറയണം എന്താ പോയിന്റ് എന്നുള്ളത്. സാർ എനിക്ക് പറയാനുള്ളത് ഇത് പ്രധാനപ്പെട്ട ഒരു സെഷനാണ്, ബഡ്ജറ്റ് സെഷനാണ് സാർ. ഇത് കഴിഞ്ഞാൽ പ്രതിപക്ഷം ഇത് ബഹളം വെക്കാൻ ഇറങ്ങിപ്പോകാൻ നിൽക്കുകയാണ്. കേരളത്തെ സംബന്ധിച്ച് അടുത്ത വർഷക്കാലത്തേക്കുള്ള ബഡ്ജറ്റ് ചർച്ച ചെയ്യാൻ വേണ്ടി അവർ തയ്യാറാവുന്നില്ല. ഒന്ന്, ഈ സമയത്ത് ഈ സഭയിൽ ഏറ്റവും ഗൗരവമായി ചർച്ച ചെയ്യേണ്ട രണ്ട് വിഷയങ്ങൾ കേന്ദ്ര ബഡ്ജറ്റിനെ സംബന്ധിച്ചുള്ള പരാമർശമാണ് സാർ. അതോടൊപ്പം തന്നെ ഇന്നലെ അമേരിക്കയുടെ ഫ്രീ ട്രേഡ് സാർ 10 ലക്ഷം വരുന്ന ക്ഷീര കർഷകർക്ക് പാലിന്റെ വില പകുതിയാവുന്ന, മറ്റു മേഖലകളിൽ വിലയിടിയുന്ന, ഇന്ത്യയുടെ മത്സ്യമേഖലയും എല്ലാ മേഖലയും കേരളത്തെ തകർക്കുന്ന ട്രംപിന്റെ കരാറിന് ഒപ്പിട്ടിട്ട് പ്രധാനമന്ത്രി നിൽക്കുകയാണ്. അതിനെപ്പറ്റി ഒന്നും പറയാതെ മനഃപൂർവ്വം ഇത് ചർച്ച ചെയ്യുന്നില്ല. സാർ ഇവർ പറഞ്ഞു സാർ ധനകാര്യമന്ത്രി എന്ന നിലയിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ട് പ്രതിപക്ഷം പറയുന്നതോടെ കേട്ടിട്ട് മറുപടി വരാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നവരാണ് ഞങ്ങൾ, അല്ലെങ്കിൽ ചർച്ച ചെയ്യേണ്ടതാണ്. അതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ ധൈര്യമില്ലാത്തതെന്ന് ഞാൻ പറയും. കാരണം പത്രസമ്മേളനം നടത്തി പറഞ്ഞു ഒരു ധവളപത്രം ഇറക്കണമെന്ന്. സാർ ധവളപത്രം ഇറക്കണ്ട, ഇവിടെ ബഡ്ജറ്റ് ചർച്ച ചെയ്യാൻ തയ്യാറാവുന്നില്ല എന്ന് മാത്രമല്ല പ്രതിപക്ഷ നേതാവ് മറ്റൊരു പ്രധാനപ്പെട്ട അംഗത്തെ പോലും ഇതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ അവസരം കൊടുക്കാതെ മുഴുവൻ കാര്യവും സ്വന്തമായി കേന്ദ്രീകരിച്ച് ആരെയും ചർച്ചയ്ക്ക് സമ്മതിക്കാത്ത തരത്തിലേക്കാണ്. ഇവിടെ നല്ലപോലെ പഠിച്ച് സംസാരിക്കുന്ന പല അംഗങ്ങളുണ്ടല്ലോ. സാർ ഒരു ബഡ്ജറ്റിനെ പറ്റി ചർച്ച ചെയ്യാതെ ആദ്യമായിട്ടാണ് സാർ പോകുന്നത്. ഇതാരും ചർച്ച ചെയ്യണ്ട എന്ന് പറയുന്ന ഒരു സമീപനമാണ്. അതുകൊണ്ട് സാർ ഇന്നലെ ആ മഹത്തായ നിയമപരമായ ചാട്ടം കാണാൻ എനിക്ക് അവസരം കിട്ടിയത്. കാരണം ബഡ്ജറ്റ് സംബന്ധിച്ചുള്ള പേപ്പർ നോക്കി ഞാനിവിടെ 9:10 നിയമപരമായ ചാട്ടവും അല്ലാത്ത ചാട്ടവും നിയമപരമായി വടിയെടുത്തിട്ട് വാച്ചാൻമാടിനെ അടിക്കുന്ന അടക്കമുള്ള കാര്യം കാണിച്ചിട്ട് ഇവിടെ നിന്ന് ന്യായീകരിക്കുകയാണ് സാർ. ഇത് അങ്ങേയറ്റം ലജ്ജാകരമാണ്. ഇവിടെ ബഹുമാനപ്പെട്ട സോണിയാഗാന്ധിയെ അപമാനിക്കാൻ വേണ്ടി തന്നെയാണ് മനഃപൂർവ്വം അവരിത് കൊണ്ടുവരുന്നത്. ആർക്കും അറിയാം, ഞാൻ അതിലൂടെ പറഞ്ഞു. സാർ വഴിയില് നമ്മുടെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവായാലും മുഖ്യമന്ത്രി ആയാലും മന്ത്രിമാരായാലും ഏതൊരാൾ വന്നാലും ഒരാൾക്ക് വന്ന് ഫോട്ടോ എടുക്കാൻ നിന്നു കൊടുക്കും, അല്ലാതെ എടുക്കാതിരിക്കില്ല. പക്ഷേ ശ്രീ കെ കരുണാകരനെ പോലെ ഒരാളെ പോലും കടത്തിവിടാത്ത, ശശി തരൂരിന് കൈകൊടുക്കാത്ത, അങ്ങനെയുള്ള പല പല കാര്യങ്ങളുമുള്ള സോണിയാഗാന്ധിയുടെ അടുത്ത് ബെല്ലാരിയിൽ നിന്നുള്ള ബെല്ലാരിയിൽ നിന്നുള്ള സ്വർണ്ണ വ്യാപാരിയും ഇവിടുത്തെ ഈ ആരോപണ വിധേയനായ ആളുകളും പോകുമ്പോൾ കൂടെ എംപിമാരെന്ന് പടമെടുക്കണമെങ്കിൽ ആ വീടിനകത്ത് കയറണമെങ്കിൽ എത്ര ബുദ്ധിമുട്ടാണ്. അവിടെ കയറിപ്പോ ഇതെല്ലാം ചെയ്യുമ്പോ അതിനെന്താ ഉദ്ദേശമുണ്ട് സാർ? അതുകൊണ്ടാണ് ബഡ്ജറ്റ് സംബന്ധിച്ച് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാത്തത്. ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. കേരളത്തിലെ ജനങ്ങളെ അപമാനിക്കുന്നതിന് തുല്യമാണ്. പ്രതിപക്ഷം ഈ നാട്ടിലേക്ക് തെറ്റാണെന്ന് പറയാണ്. ഇതൊരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് സാർ. ഈ കേരളത്തിലേക്ക് 29 ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടും ആമയെ കൊടുത്തയച്ച കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടിനോട് പ്രതിപക്ഷത്തിന്റെ നിലപാടെന്താണെന്ന് പറയട്ടെ സാർ. ഇന്നത്തെ പ്രശ്നം എന്താണ് സാർ? ഇന്ന് 118 അനുസരിച്ച്, ചട്ടം 118 അനുസരിച്ച് കേന്ദ്ര ഗവൺമെന്റിന്റെ കേരളത്തിനോടുള്ള നിലപാടിനെതിരെ ഒരു പ്രമേയം ഈ സഭ പാസാക്കാൻ നിൽക്കുമ്പോ അതിനോടുള്ള അഭിപ്രായമാണോ കേരളത്തിലെ പ്രതിപക്ഷം കാണിക്കുന്നത്? സാർ ഇത് ഒരു പ്രതിപക്ഷ നിലപാടല്ല സാർ. കേരളത്തിലേക്ക് ആമയെ കൊടുത്തയച്ച കേന്ദ്ര ഗവൺമെന്റിനോട് കനകോര് പറഞ്ഞതനുസരിച്ചുള്ള ഐക്യപ്പെടലാണ് ഇന്ന് നടക്കുന്ന ഈ രാഷ്ട്രീയ ഞാൻ ഒറ്റ കാര്യം പറയുന്നത്. ഡൽഹിയിലെ 10ാം നമ്പർ ജനപഥ റോഡിലേക്ക് കടന്നുപോയ ഒരാളുടെ പടവും ആംബുലൻസ് കൈമാറുമ്പോ എടുത്തൊരു പടവും തമ്മിൽ കൂട്ടിയോജിപ്പിച്ച് താരതമ്യം നടത്താൻ പറ്റുമോ സാർ? ആരാണ് ഇത് നിർത്തിയിരിക്കുന്നത്? കേരളത്തിന് കേന്ദ്ര ഗവൺമെന്റിനോട് ശക്തമായ പ്രതിഷേധമുണ്ട്. രാഷ്ട്രീയം തെരഞ്ഞെടുപ്പ് വോട്ടല്ല. 121 ശ്രീ ചോദ്യം നമ്പർ 121 എൽദോസ് പി കുന്നപ്പള്ളിയിൽ നോട്ട് ഇൻ ദ സീറ്റ്. ചോദ്യം നമ്പർ 122 ശ്രീ TP രാമകൃഷ്ണൻ ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീമതി കെ ശാന്തകുമാരി, ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസം സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി. സംസ്ഥാനത്തെ നഗരപ്രദേശത്ത് വസിക്കുന്ന സാമൂഹ്യ സുരക്ഷ ആവശ്യമായ 65 വയസ്സ് കഴിഞ്ഞ മുതിർന്ന പൗരന്മാർക്ക് മാനസിക ഉല്ലാസവും ആരോഗ്യ പരിരക്ഷയും അവരുടെ സ്ഥലങ്ങളിൽ തന്നെ ഒരുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി 2010-11 വർഷം മുതൽ വയോമിത്രം പദ്ധതി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖേന നടപ്പിലാക്കി വരുന്നു. ആദ്യഘട്ടമായി കൊല്ലം, തിരുവനന്തപുരം കോർപ്പറേഷനുകളിൽ ആരംഭിച്ച വയോമിത്രം പദ്ധതി ഇപ്പോൾ സംസ്ഥാനത്തെ 6 കോർപ്പറേഷനുകളിലും 85 മുനിസിപ്പാലിറ്റികളിലും
4 ബ്ലോക്ക് പഞ്ചായത്തുകളിലുമായി ആകെ 104 യൂണിറ്റുകളിൽ വിജയപ്രദമായി പ്രവർത്തിച്ചു വരുന്നു. Yes, Minister, table ചെയ്തോ? മൊബൈൽ ക്ലിനിക്കിലൂടെ സൗജന്യ ചികിത്സ, സൗജന്യ മരുന്നുകൾ, കൗൺസിലിംഗ്, പാലിയേറ്റീവ് കെയർ തുടങ്ങിയ സേവനങ്ങൾ ഗുണഭോക്താവിന്റെ അടുത്തെത്തിക്കുവാൻ കഴിയുന്നു എന്നതാണ് പ്രസ്തുത പദ്ധതിയുടെ സവിശേഷത. വയോജനങ്ങളെ ഏറെ അലട്ടുന്ന ജീവിതശൈലി രോഗ നിയന്ത്രണം, മരുന്നുകൾ ഒന്നും മിണ്ടാതിരുന്നേ. മിനിസ്റ്റർ ഹെഡ്സെറ്റ് വെച്ചോ? ഹെഡ്സെറ്റ് വെച്ചോ? പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോ കേൾക്കത്. ആൻസർ ചെയ്തോ? ടേബിൾ ചെയ്തോ? ഉത്തരം പറയിപ്പിക്കാം. ടേബിൾ ചെയ്യാം. ശ്രീമതി കെ ശാന്തകുമാരി. സാർ, കഴിഞ്ഞ തുടർച്ചയായി ഇവിടെ ചോദ്യം ചോദിച്ചാൽ മതി. ബാക്കി മിനിസ്റ്റേഴ്സ് ഒക്കെ പറഞ്ഞു അങ്ങ് ചോദ്യം ചോദിച്ചാൽ മതി. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗത്തിന്റെ പ്രശ്നമാണ് ഞങ്ങൾ ചോദ്യമായി ഉന്നയിക്കുന്നത്. സാർ, ഈ പ്രതിപക്ഷം ഇത്തരത്തിൽ ഇത് തടസ്സപ്പെടുത്തുന്നത് സൂചിപ്പിക്കുകയാണ്. സാർ, കേരളത്തിലെ 18% വരുന്ന വയോജനങ്ങളെ ചേർത്ത് പിടിച്ച് ഒരു വയോസൗഹൃദ കേരളം സൃഷ്ടിക്കപ്പെട്ട ഗവൺമെന്റാണ് കേരളത്തെ ഇടതുപക്ഷ ഗവൺമെന്റ്. ഇന്ത്യയിൽ ആദ്യമായി കേരളത്തിലാണ് ഒരു വയോജന കമ്മീഷൻ അടക്കം രൂപീകരിക്കപ്പെട്ട ഗവൺമെന്റ് ഞാൻ അഭിനന്ദിക്കുകയാണ്. സാർ, വയോമിത്രം പദ്ധതിയുടെ ഭാഗമായി ചോദ്യതാണ്, വയോമിത്രം പരിപാടിയുടെ ഭാഗമായി ഇത് എത്ര ഗുണഭോക്താക്കളിൽ എത്ര രൂപയാണ് നാളിതുവരെ സംസ്ഥാന ഗവൺമെന്റ് ചെലവഴിച്ചെന്ന് വ്യക്തമാക്കാമോ? ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം വയോമിത്രം പദ്ധതി എല്ലാ കോർപ്പറേഷൻ, മുനിസിപ്പൽ പ്രദേശങ്ങളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും വ്യാപിപ്പിച്ചിട്ടുണ്ട്. വയോജനങ്ങൾക്ക് വാതിൽപ്പടി സേവനവും മെഡിക്കൽ അസിസ്റ്റൻസും ഡോക്ടർമാരുടെയും പാരാമെഡിക്കൽ സ്റ്റാഫിന്റെയും സേവനവും മരുന്നുകളും ലഭ്യമാക്കുന്നു എന്ന് മാത്രമല്ല, വയോജന ക്ലബ്ബുകൾ, ചിലയിടങ്ങളിൽ വയോജന പാർക്കുകൾ തുടങ്ങിയ സേവനങ്ങളും അവർക്ക് നൽകി വരുന്നുണ്ട്. മാനസിക ഉല്ലാസത്തിനു വേണ്ടിയിട്ടുള്ള പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട്. എത്ര ഗുണഭോക്താക്കൾ എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായ കണക്ക് ഇപ്പോൾ എൻ്റെ കൈവശമില്ല. വിവിധ മുനിസിപ്പാലിറ്റികളിൽ പല അളവിലാണ് വയോമിത്രത്തിന്റെ ഗുണഭോക്താക്കൾ അംഗങ്ങളായിട്ട് ചേർന്നുകൊണ്ടിരിക്കുന്നത്. സാർ, ഈ പദ്ധതി നഗരപ്രദേശങ്ങളിൽ നിന്ന് കേരളത്തിലെ മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ സർക്കാർ ലക്ഷ്യമിടുന്നുണ്ടോ? ഉണ്ടെങ്കിൽ വ്യക്തമാക്കാമോ? ഇപ്പോൾ എല്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളിലും അത് ലഭ്യമല്ല എന്നുള്ളതുകൊണ്ട് എല്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കും ഈ സേവനം ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളെ കുറിച്ച് പരിഗണിച്ചു വരികയാണ്. ഉടൻ തന്നെ ആ രീതിയിൽ കേരളത്തിലെ മുഴുവൻ വയോജനങ്ങൾക്കും ഈ സേവനം ലഭ്യമാക്കാനുള്ള സാധ്യത പരിശോധിച്ചു വരികയാണ്. ശ്രീ മുരളി പെരുന്നല്ലി. സാർ, വയോജനക്ഷേമവുമായി ബന്ധപ്പെട്ട് സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കി വരുന്ന പദ്ധതികൾ എന്തൊക്കെയാണെന്നും ഈ സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖാന്തരം നടപ്പാക്കുന്ന ബി കെയർ പദ്ധതി പ്രകാരം എത്ര പേർക്ക് ചികിത്സാ സഹായം അനുവദിച്ചിട്ടുണ്ട്, ഇത് എത്ര രൂപയാണ് അനുവദിച്ചത് എന്ന് വ്യക്തമാക്കാം. വയോജന ക്ഷേമവുമായി ബന്ധപ്പെട്ട് സാമൂഹ്യനീതി വകുപ്പ് വിവിധങ്ങളായ പദ്ധതികൾ നടപ്പാക്കി വരുന്നുണ്ട്. ഇവിടെ സൂചിപ്പിച്ച വയോജന കമ്മീഷൻ നിയമം മൂലം തന്നെ നിലവിൽ വന്നിരിക്കുകയാണ്. വയോമിത്രം പദ്ധതി എല്ലാ നഗരപ്രദേശങ്ങളിലും തെരഞ്ഞെടുക്കപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്തുകളിലും വയോജനങ്ങൾക്ക് വേണ്ട ആരോഗ്യ പരിരക്ഷയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്തു വരുന്നു. മെയിൻ്റനൻസ് ട്രിബ്യൂണലുകൾ 27 റവന്യൂ ഡിവിഷനുകളിലും പ്രവർത്തിച്ചു വരുന്നുണ്ട്. RDOമാരുടെ അധ്യക്ഷതയിൽ പ്രവർത്തിക്കുന്ന ഈ ട്രിബ്യൂണലുകൾക്ക് വേണ്ടുന്ന എല്ലാവിധ ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ടും നൽകി വരുന്നത് സാമൂഹ്യനീതി വകുപ്പാണ്. ടെക്നിക്കൽ അസിസ്റ്റന്റുമാർ ഉൾപ്പെടെ വകുപ്പിന്റെ ചെലവിലാണ് മെയിൻ്റനൻസ് ട്രിബ്യൂണലുകൾ നടന്നു വരുന്നത്. സായംപ്രഭ ഹോമുകളും മാതൃകാ സായംപ്രഭ പദ്ധതിയും പകൽ വീടുകൾ എന്ന നിലയിൽ വയോജനങ്ങൾക്ക് വേണ്ടി നടപ്പാക്കി വരുന്ന പദ്ധതിയാണ്. വയോരക്ഷാ പദ്ധതി പ്രതിസന്ധിയിൽ ഒറ്റപ്പെട്ടു പോകുന്ന വയോജനങ്ങൾക്ക് ആവശ്യമായ എന്ത് സഹായവും ഏറ്റവും പെട്ടെന്ന് എത്തിക്കുന്നതിനു വേണ്ടി സാമൂഹ്യനീതി ഓഫീസർമാരിലൂടെ നടപ്പാക്കി വരുന്ന പദ്ധതിയാണ്. വയോരക്ഷാ പദ്ധതി പ്രതിസന്ധി ഘട്ടത്തിൽ മെഡിക്കൽ സേവനം, ആംബുലൻസ് സർവീസ്, മരുന്നുകൾ, സുരക്ഷിതമായ പുനരധിവാസം എന്നിവ ഉറപ്പാക്കുന്നുണ്ട്. വയോ അമൃതം പദ്ധതി വയോജന ഹോമുകളിലെ അന്തേവാസികൾക്കുള്ള ആയുർവേദ വിധി പ്രകാരമുള്ള ചികിത്സാ സൗകര്യമാണ്.
ഓർമ്മത്തോണി എന്ന പദ്ധതി ഡിമെൻഷ്യ ബാധിത വയോജനങ്ങൾക്കുള്ള സഹായം നൽകുന്ന മെമ്മറി ക്ലിനിക്കുകൾ സംസ്ഥാനത്തുടനീളം സ്ഥാപിക്കുന്നതിനുള്ള പദ്ധതിയാണ്. തുടങ്ങി ദ്രുതകർമ്മസേന RRT ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പെട്ടെന്ന് രൂപീകരിച്ച് പരിശീലനം നൽകി തയ്യാറാക്കിയിരിക്കുകയാണ്. അതുപോലെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ, എൽഡർലി ഹെൽപ്പ് ലൈൻ വയോജന മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. സല്ലാപം എന്ന പേരിൽ ഫോൺ എ ഫ്രണ്ട് എന്ന പദ്ധതി നടപ്പാക്കി വരുന്നുണ്ട്. ഇവിടെ രണ്ടാമത്തെ ചോദ്യം, VKR പദ്ധതി പ്രകാരം എത്ര പേർക്ക് ധനസഹായം അനുവദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. 604 ഗുണഭോക്താക്കൾക്കായി 15,61,00,000 രൂപ ഈ സർക്കാരിന്റെ കാലത്ത് ചികിത്സാ സഹായമായി VKR പദ്ധതിയിലൂടെ അനുവദിച്ചിട്ടുണ്ട്. ശ്രീമതി ദലീമ ചുമതലപ്പെടുത്തൽ പ്രകാരം പെട്ടെന്ന് സാർ, വയോജന നയം രൂപീകരിക്കപ്പെടുകയും വയോജനങ്ങളുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താൻ കഴിയുന്ന നിയമനിർമ്മാണം ഉൾപ്പെടെ യാഥാർത്ഥ്യമാക്കിയ വകുപ്പിനെയും സർക്കാരിനെ അഭിനന്ദിക്കുകയാണ് സാർ. സാർ, ആശ്വാസകിരണം പദ്ധതി എത്ര പേർക്കാണ് വർദ്ധിപ്പിച്ച് നൽകുന്നത്? ഈ പദ്ധതി വിപുലപ്പെടുത്താനും അതിന്റെ തുക വർദ്ധിപ്പിക്കാനും നടപടി സ്വീകരിക്കുമോ എന്നുള്ളതാണ് സാർ ചോദ്യം. മിനിസ്റ്റർ, ആശ്വാസകിരണം പദ്ധതി 600 രൂപ എന്ന നിലയിലാണ് നേരത്തെ പ്രതിമാസം വിതരണം ചെയ്തിരുന്നത്. അത് 1000 രൂപയായി വർദ്ധിപ്പിക്കുമെന്ന് 26-27 സാമ്പത്തിക വർഷത്തെ ബജറ്റ് പ്രസംഗത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. നിരന്തരം സാമൂഹ്യനീതി വകുപ്പിന്റെ ആവശ്യപ്രകാരമാണ് ബഹുമാന്യനായ ധനകാര്യ വകുപ്പ് മന്ത്രി ഇത് 600 രൂപയിൽ നിന്ന് 1000 രൂപയായിട്ട് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. തീവ്ര ഭിന്നശേഷിയുള്ളവരും ശയ്യാവലംബികളുമായിട്ടുള്ള വ്യക്തികളെ പരിചരിക്കുന്നതിനു വേണ്ടി നൽകി വരുന്ന ധനസഹായമാണ് 600 രൂപ ആശ്വാസകിരണം. അതാണ് ഇപ്പോൾ 1000 രൂപയാക്കി വർദ്ധിപ്പിച്ചിട്ടുള്ളത്. ഇതിനായി 100 കോടി രൂപ ബജറ്റിൽ നീക്കിവച്ചിട്ടുണ്ട്. ഇത് കൂടാതെ 20,000 പുതിയ ഗുണഭോക്താക്കളെയാണ് പദ്ധതിയിലേക്കായിട്ട് തെരഞ്ഞെടുത്തിട്ടുള്ളത്. ശ്രീ എ പ്രഭാകരൻ. സർ, മക്കളും ബന്ധുക്കളും ഉപേക്ഷിച്ച് ഒറ്റപ്പെട്ടിരിക്കുന്ന വയോജനങ്ങളുടെ മാനസിക സംഘർഷം ഒഴിവാക്കാനും മാനസിക ഉല്ലാസം ഉണ്ടാക്കുന്നതിനും ആവശ്യമായ എന്തെങ്കിലും പുതിയ പരിപാടികൾ മന്ത്രി അത് തയ്യാറാക്കിയിട്ടുണ്ടോ എന്നറിയാൻ, അതാണ് എന്റെ ചോദ്യം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച സല്ലാപം പദ്ധതി ഒറ്റപ്പെട്ടു പോകുന്ന വയോജനങ്ങൾക്ക് യുവതലമുറയിലുള്ളവരോട് സംവദിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള പദ്ധതിയാണ്. ഇന്റർ ജനറേഷണൽ ടൈസ്, തലമുറകൾക്കിടയിലുള്ള ബന്ധം ശക്തിപ്പെടുത്തിക്കൊണ്ട് ഒഴിവുവേളകളിൽ യുവജനങ്ങളുമായിട്ടോ മറ്റുള്ള സുഹൃത്തുക്കളുമായിട്ടോ ഫോണിലൂടെ സംവദിക്കാനുള്ള സൗകര്യമാണ് ഫോൺ എ ഫ്രണ്ട് സല്ലാപം പദ്ധതിയിലൂടെ ഒരുക്കിയിട്ടുള്ളത്. അതുപോലെ വയോമിത്രം പദ്ധതിയിലൂടെ വയോജന ക്ലബ്ബുകൾ മാനസിക ഉല്ലാസത്തിന് സഹായകരമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. അതോടൊപ്പം വയോജന പാർക്കുകൾ തെരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്തുകളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. വയോജന ക്ലബ്ബുകളിലൂടെ ടൂറ് കൊണ്ടുപോകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പല നഗരസഭകളിലും ഇതിനകം തന്നെ വിജയകരമായ വിധത്തിൽ നടപ്പാക്കിയിട്ടുണ്ട്. വയോജനങ്ങൾക്കായിട്ട് സൗഹൃദ മേളകൾ പലയിടങ്ങളിലും സാമൂഹ്യനീതി വകുപ്പിന്റെ കൂടെ പിന്തുണയോടുകൂടി നടപ്പാക്കുന്നുണ്ട്. വയോജന സംഗമങ്ങൾ. ബഹുമാനപ്പെട്ട അംഗങ്ങളോട് വളരെ പ്രധാനപ്പെട്ട ചോദ്യത്തിന്റെ ഉത്തരവാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പറഞ്ഞത്. നിങ്ങൾ കൂടി അറിയേണ്ട ഭാഗമാണ്, നിങ്ങൾ കൂടി അറിയേണ്ട ഉത്തരവാണ് പറഞ്ഞിട്ടുള്ളത്. യെസ്, ചോദ്യം നമ്പർ 123 ശ്രീ ജി സ്റ്റീഫൻ, ന്യൂനപക്ഷ ക്ഷേമം, കായികം, വഖഫ്, ഹജ്ജ് വകുപ്പ് മന്ത്രി. സർ, ABC കേരളത്തിൽ ആദ്യമായാണ് ചീഫ് മിനിസ്റ്റേഴ്സ് റിസർച്ച് ഫെലോഷിപ്പ് ഫോർ മൈനോറിറ്റീസ് എന്നൊരു സ്കോളർഷിപ്പ് ആരംഭിക്കുന്നത്. ഞാനിത് ടേബിൾ ചെയ്യാണ് സർ, ടേബിൾ ചെയ്യുന്നു. ശ്രീ ജി സ്റ്റീഫൻ. സർ, സംസ്ഥാനത്തെ ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസ, സാമ്പത്തിക പിന്നോക്കാവസ്ഥ, അവരുടെ ക്ഷേമം എന്നിവ സംബന്ധിച്ച വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് ഈ സർക്കാർ ശക്തമായിട്ടുള്ള നിലപാടുകളാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ രാജ്യത്തെ തന്നെ സംസ്ഥാന ഗവൺമെന്റുകളിൽ ഏറ്റവും ശക്തമായിട്ടുള്ള നിലപാടാണ് കേരളത്തിലെ ഗവൺമെന്റ് എടുത്തിട്ടുള്ളത്. ഈ ന്യൂനപക്ഷങ്ങളുടെ സാമൂഹിക ശാക്തീകരണ പ്രവർത്തനങ്ങൾക്ക് അതീവ പ്രാധാന്യമാണ് സർക്കാർ നൽകുന്നത്. ഇത്തരത്തിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട യുവതീയുവാക്കൾക്കായി നൈപുണ്യ പരിശീലന പദ്ധതികൾ ഏതെല്ലാമാണ് നടപ്പിലാക്കി വരുന്നതെന്ന് വ്യക്തമാക്കാം. സർ, ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം
ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കായി മികച്ച തൊഴിൽ നൈപുണ്യ പരിശീലന പരിപാടികൾ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് സർ. അസാപ്പ് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി മുഖേന ഈ പരിശീലന പദ്ധതികൾ സംഘടിപ്പിച്ചു വരുന്നുണ്ട്. നൈപുണ്യ പരിശീലന പദ്ധതികൾക്ക് അത് പ്രത്യേകം സ്ഥാപനങ്ങളെ തിരഞ്ഞെടുക്കുകയും ആ സ്ഥാപനങ്ങൾ മുഖേന 20, 25, 26 വർഷം നടപ്പിലാക്കുന്നതിന് കരാറിൽ ഏർപ്പെടുകയും ആയതിന്റെ ഭാഗമായി ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കേരള മുഖേന ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് ഉന്നത സാങ്കേതിക പരിശീലനം നൽകുന്നതിനായി 12 മാസം ദൈർഘ്യമുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ വെബ് ആൻഡ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജീസ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ആൻഡ് ഡാറ്റ ഇന്റലിജൻസ് എന്നീ കോഴ്സുകൾ പരിശീലനം ആരംഭിക്കാൻ തീരുമാനിക്കുകയും 2 കോഴ്സുകൾക്കായി 90 ലക്ഷം രൂപയുടെ പ്രപ്പോസൽ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കേരളക്ക് സമർപ്പിച്ചിട്ടുണ്ട്. ന്യൂനപക്ഷ വിദ്യാർത്ഥികളുടെ നൈപുണ്യ വികസനവും ആധുനിക സാങ്കേതിക മേഖലകളിൽ തൊഴിലവസരങ്ങൾ വർദ്ധിക്കുന്നതുമാണ് ഈ പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം. ഓരോ കോഴ്സിലും 30 വിദ്യാർത്ഥികൾക്ക് വീതം പ്രവേശനം നൽകും. ഒരു വിദ്യാർത്ഥികൾക്ക് 15 ലക്ഷം രൂപയാണ് പരിശീലന ചെലവ്. പ്രസ്തുത കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിക്കുകയും 102 ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. 26 ജനുവരി 13, 14, 16 തീയതികളിൽ ഓൺലൈൻ ഇന്റർവ്യൂ നടത്തുകയും അതിൽ 36 വിദ്യാർത്ഥികൾ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. BPL വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് മുൻഗണന നൽകി കുടുംബ വാർഷിക വരുമാനത്തിന്റെയും മാർക്കിന്റെയും അടിസ്ഥാനത്തിൽ ജനസംഖ്യ അനുപാതികമായിട്ടാണ് വിദ്യാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നത്. വിദ്യാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നതിന് മുന്നോടിയായി സർട്ടിഫിക്കറ്റ് പരിശോധന 2026 ഫെബ്രുവരി ആദ്യവാരം നടത്തുന്നതാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ, ഈ സർക്കാരിന്റെ കാലയളവിൽ ന്യൂനപക്ഷ ക്ഷേമത്തിന് ക്രമാനുഗതമായിട്ടുള്ള ബഡ്ജറ്റ് വർധനമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്രാവശ്യത്തെ ബഡ്ജറ്റിൽ ന്യൂനപക്ഷങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ള പണം കൂടുതലായി വകയിരുത്തിയിട്ടുണ്ട്. ഇതിൽ തന്നെ അധിക ഭാഗവും വിവിധങ്ങളായിട്ടുള്ള സ്കോളർഷിപ്പുകൾക്കാണ് നമ്മുടെ ഗവൺമെന്റിന്റെ ധനം വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. സർ, സമീപകാലത്ത് കേന്ദ്ര സർക്കാർ നിർത്തലാക്കിയ പ്രീ മെട്രിക് സ്കോളർഷിപ്പ് പദ്ധതിക്ക് പകരം ഈ സർക്കാർ നടപ്പിലാക്കിയ മാർഗദീപം സ്കോളർഷിപ്പ് പദ്ധതിയെ കുറിച്ച് വിശദമാക്കാമോ? ഈ സർക്കാരിന്റെ കാലയളവിൽ നാളിതുവരെ എത്ര വിദ്യാർത്ഥികൾക്ക് ഈ ആനുകൂല്യം ലഭ്യമായിട്ടുണ്ടെന്നുള്ള വിവരം വിശദമാക്കാമോ? സർ, രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ 1 മുതൽ 8 വരെ ക്ലാസുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് കേന്ദ്ര സർക്കാർ നൽകി വന്നിരുന്ന പ്രീ മെട്രിക് സ്കോളർഷിപ്പ് 22 സാമ്പത്തിക വർഷം മുതൽ നിർത്തലാക്കിയിട്ടുള്ളത്. സർ, 9, 10 ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്ക് മാത്രമായി ത്വരിതപ്പെടുത്തിയിട്ടുമുണ്ട്. പ്രസ്തുത സാഹചര്യത്തിൽ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മുഖേന 1 മുതൽ 8 വരെ ക്ലാസുകൾ പഠിക്കുന്ന ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കായി മാർഗദീപം എന്ന പേരിൽ പുതിയൊരു സ്കോളർഷിപ്പ് പദ്ധതിക്കായി 24-25 സാമ്പത്തിക വർഷം ബഡ്ജറ്റിൽ 20 കോടി രൂപ അനുവദിക്കുകയും 1,21,667 വിദ്യാർത്ഥികൾക്കായി 18.25 കോടി രൂപ വിനിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. സർ, നടപ്പ് സാമ്പത്തിക വർഷം 20 കോടി രൂപ ബഡ്ജറ്റ് വീതമായി ലഭിക്കുകയും ഈ പദ്ധതിക്ക് 1,25,649 വിദ്യാർത്ഥികൾക്കായി 18,84,000 രൂപ വിനിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. അർഹരായിട്ടുള്ള കൂടുതൽ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് ലഭ്യമാക്കുന്നതിന് തരത്തിൽ 26-27 സാമ്പത്തിക വർഷം മാർഗദീപം സ്കോളർഷിപ്പിനായുള്ള തുക 22 കോടി രൂപയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ന്യൂനപക്ഷ ക്ഷേമത്തിനായിട്ടാണ് ഈ സർക്കാർ നിലകൊള്ളുന്നത്. ശ്രീ PT റഹീം ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ NK അക്ബർ, ശ്രീ CK ഹരീന്ദ്രൻ. സാർ, കണ്ണൂരിൽ ഹജ്ജ് ഹൗസ് നിർമ്മിക്കുവാൻ സർക്കാർ എന്തെല്ലാം നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്, വിശദമാക്കാമോ? മിനിസ്റ്റർ. സർ, കണ്ണൂരിലെ പുതിയ ഹജ്ജ് ഹൗസിന്റെ പ്രവർത്തനം ഈ ഹജ്ജ് സീസണിൽ ആരംഭിക്കണമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചതാണ്. പക്ഷേ അവിടെ ഭൂമി തരപ്പെടുത്തിയെടുക്കുന്ന കാര്യത്തിലും അതിന്റെ പ്ലാൻ എസ്റ്റിമേറ്റ് ആവുന്ന കാര്യത്തിലും ചെറിയ താമസം വന്നതിന്റെ അടിസ്ഥാനത്തിൽ എയർപോർട്ടിന് ചേർന്ന് കിടക്കുന്ന കിഴല്ലൂർ വില്ലേജിൽ 1 ഏക്കർ ഭൂമിയാണ് ഹജ്ജ് ഹൗസിനായി അനുവദിക്കുകയുണ്ടായിട്ടുള്ളത്. നിർമ്മാണത്തിലുള്ള പെർമിറ്റ് സാങ്ഷൻ ലഭ്യമാക്കുകയും അപ്രകാരം നിർമ്മാണത്തിന്റെ പ്രാരംഭഘട്ടങ്ങളായ മണ്ണ് പരിശോധന, പ്ലാൻ തയ്യാറാക്കൽ എന്നിവ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. സർ, ഇപ്പോൾ
ഭൂമിയുടെ രജിസ്ട്രേഷൻ നടപടികളും പുരോഗമിക്കുകയാണ്. ഈ ഭൂമി നിയമസഭാ സമ്മേളനത്തിന്റെ ഭാഗമായി ചോദ്യോത്തരവേള പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശബരിമല സ്വർണ്ണ കവർച്ചാ വിഷയത്തിൽ ഇന്നും പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധമാണ് അരങ്ങേറുന്നത്. സഭയിൽ ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം.